ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കണക്കെടുപ്പ് ആരംഭിച്ച് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ.ടി. ശങ്കരൻ ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കൊണ്ടുവന്ന സ്വർണ്ണപ്പാളിയിൽ പരിശോധന നാളെ നടക്കും. ശബരിമല വിഷയത്തിൽ UDFന്റെ മേഖലാ ജാഥകൾ ഈ മാസം 18-ന് പന്തളത്ത് സമാപിക്കും. സ്ട്രോങ് റൂമിലുള്ള പ്രധാന ഉരുപ്പടികളുടെ മഹസർ പരിശോധിച്ചുള്ള കണക്കെടുപ്പാണ് ഇന്ന് നടന്നത്. സന്നിധാനത്തെ പരിശോധന നാളെയോടെ പൂർത്തിയാക്കി തിങ്കളാഴ്ച ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂം പരിശോധിക്കാനാണ് നിലവിലെ തീരുമാനം. ജസ്റ്റിസ് കെ.ടി. ശങ്കരനൊപ്പം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ സ്മിത്ത് ഉൾപ്പെടെയുള്ളവരുമുണ്ട്. സ്വർണ്ണമോഷണത്തിൽ വിരമിച്ച ഉദ്യോഗസ്ഥരായാലും കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണ സമിതി കണ്ടെത്തുന്ന ഒരാളെയും സംരക്ഷിക്കുവാനോ അല്ലെങ്കിൽ വെള്ളപൂശാനോ ദേവസ്വം ബോർഡില്ല. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിക്രമങ്ങളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ UDFന്റെ മേഖലാ ജാഥകൾ ഈ മാസം 14-ന് തുടങ്ങും. സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിനെതിരെ വിവിധ സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. തൃശൂർ രാമപുരത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ 5 യുവമോർച്ച പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി VN വാസവന്റെ കോട്ടയത്തെ ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.